രാജ്യത്തിനെതിരായ രാജ്യത്തിൻ്റെ സംവിധാനങ്ങൾക്കെതിരായി പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ രാജ്യദ്രോഹപരമായ ഭീകരവാദപരമായ കാര്യങ്ങളിൽ ഏർപ്പെടുന്നവർക്കെതിരെ ചുമത്തുന്ന പ്രത്യേക വകുപ്പാണ് UAPA. ഇപ്പോൾ UAPA വകുപ്പ് പലകുറി പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലത്തും അല്ലാതെയുമൊക്കെ തന്നെ പോലീസും കോടതിയുമൊക്കെ തന്നെ കോടതിയുടെ മേൽനോട്ടപ്രകാരം പല കേസുകളിലും ഇതൊക്കെ തന്നെ ചുമത്തിയിട്ടുണ്ട്. അത് അർഹമായ കേസുകളിൽ കൃത്യമായി ചുമത്തുകയും വേണം. അത് ചേർത്തുള്ള പണിഷ്മെൻറ്റുകൾ അല്ലെങ്കിൽ മറ്റ് ശിക്ഷാ നടപടികൾ തീർച്ചയായിട്ടും ആൾക്കാർക്ക് നൽകുകയും വേണം. അതിപ്പോൾ പോക്സോ ആയാലും ശരി, കാപ്പയായാലും ശരി, അത് അർഹിക്കുന്ന കുറ്റവാളികൾക്ക്, പ്രതികൾക്ക് അത് നൽകേണ്ടത് തന്നെയാണ് നമ്മുടെ നീതി ന്യായ സംവിധാനത്തിൻ്റെ രീതി. ഇപ്പോൾ UAPA കേസുകളിൽ UDF കൂടുതൽ ഇടപെടുന്നു. അതായത് പഴയ ചില കേസുകളൊക്കെ കുത്തിപ്പൊക്കുന്നു, പുതിയ കേസുകളിലേക്ക് ചില UAPA നയങ്ങളൊക്കെ ചേർക്കുന്നു എന്നൊക്കെയുള്ള പരാതികളുമായിട്ട് കുറേ സാംസ്കാരിക നായകർ, അതായത് എഴുത്തുകാർ, അവരെ സാംസ്കാരിക നായകർ എന്ന വലിയൊരു വിശേഷണം നൽകുന്നില്ല, എഴുത്തുകാർ രംഗത്ത് വന്നിരിക്കുന്നു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത്. ഇത്തരം രാജ്യദ്രോഹ നിലപാടുകൾ സ്വീകരിക്കുന്നവർക്ക് അല്ലെങ്കിൽ രാജ്യത്തിന് എതിരെ നീങ്ങുന്നവർക്ക്, അവർക്ക് എതിരെ UAPA ചുമത്തിയാൽ ഈ എഴുത്തുകാർക്ക് എന്താണ് കുഴപ്പം? ഈ എഴുത്തുകാരും അതേ ചിന്താഗതിക്കാരാണോ, രാജ്യവിരുദ്ധരാണോ, അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ സംവിധാനങ്ങൾക്കെതിരെ നിൽക്കുന്നവരാണോ എന്നുള്ളതാണ്. UAPA ശക്തിപ്പെടുത്താൻ, UAPA നയങ്ങളൊക്കെ തന്നെ ശക്തിപ്പെടുത്താൻ UDF സർക്കാരും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയും നേരത്തെ തീരുമാനിച്ചിരുന്നു. അദ്ദേഹം അത് കൃത്യമായി പറയുകയും ചെയ്തു. ഈ UDF നീക്കം, സർക്കാർ നീക്കം അവസാനിപ്പിക്കണം. അതായത് UAPA എന്ത് രാജ്യദ്രോഹ നടപടി കണ്ടാലും വെറുതെ പെറ്റി കേസെടുത്ത് പെറ്റിയടച്ച് ഫൈനടച്ച് 500 രൂപ ഫൈനടച്ച് വിടുന്ന രീതിയിലേക്ക് മാറ്റണം. UAPA ഒന്നും ഇവിടെ ആർക്കും നേരെ ചുമത്തരുത് എന്ന് പറയാൻ ഈ എഴുത്തുകാർ ആരാണ് എന്ന് കേരളത്തിലെ ജനങ്ങൾ ചോദിക്കുന്നു. ഈ നീക്കം അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് സർക്കാരിനുള്ള കത്തിൽ ഒപ്പുവെച്ച് സാംസ്കാരിക പ്രമുഖർ അഥവാ എഴുത്തുകാർ മുഴുവൻ UAPA കേസുകളും പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയ്ക്ക് നൽകിയ കത്തിലാണ് ഇവർ ഒപ്പിട്ടത്. ഇവിടെ UAPA എന്ന് പറഞ്ഞ പരിപാടിയെ വേണ്ട, രാജ്യദ്രോഹം ചെയ്യുന്നവരെ പ്രോത്സാഹിപ്പിക്കണം, അവർക്കെല്ലാ പിന്തുണയും കൊടുക്കണം, അവർക്ക് സർക്കാർ തന്നെ അവർക്ക് കയ്യിൽ ആയുധം വെച്ച് കൊടുക്കണം എന്നാണ് ഈ എഴുത്തുകാർ പറയുന്നത്. നേരത്തെ LDF സർക്കാർ മരവിപ്പിച്ച UAPA കേസുകൾ പുനരുജ്ജീവിപ്പിക്കാൻ ശ്രമിക്കുന്നത് അപലപനീയമാണ് എന്ന് ചൂണ്ടിക്കാട്ടിയാണ് നിവേദനം നൽകിയിരിക്കുന്നത്. സച്ചിദാനന്ദൻ, സാറാ ജോസഫ്, ഖദീജ മുംതാസ് തുടങ്ങി നിരവധി സാംസ്കാരിക പ്രവർത്തകർ ഒപ്പിട്ട നിവേദനമാണ് മന്ത്രിക്ക് നൽകിയത്. ഇടത് സർക്കാരിന്റെ UAPA നയങ്ങൾക്കെതിരെ രംഗത്തുണ്ടായിരുന്ന അന്നത്തെ പ്രതിപക്ഷ നേതാവ് VD സതീശനും രമേശ് ചെന്നിത്തലയും മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായതിനു ശേഷം UAPA കേസുകൾക്ക് വിചാരണ അനുമതി നൽകുന്നു. മുമ്പ് നിയമം ഒഴിവാക്കിയ കേസുകളിൽ ആ നിയമം പുനഃസ്ഥാപിച്ചും മറ്റൊരു അട്ടിച്ചമർത്തൽ ഭരണത്തിന് തുടക്കമിടുകയാണ് എന്നൊക്കെയാണ് അവർ പറയുന്നത്. എറണാകുളത്തെ UAPA പ്രത്യേക കോടതി നിരവധി കേസുകളിൽ റദ്ദ് ചെയ്ത UAPA വകുപ്പുകൾ പുനഃസ്ഥാപിക്കുന്നതിനുള്ള നടപടികളാണ് സർക്കാർ തുടങ്ങിയത്. തീർച്ചയായിട്ടും പുനഃസ്ഥാപിക്കേണ്ടതിന് പുനഃസ്ഥാപിക്കുക തന്നെ വേണം, അത് കൊടുക്കേണ്ടതിന്, ആ വകുപ്പ് കൊടുക്കേണ്ടതിന് കൊടുക്കുക തന്നെ വേണം എന്നുള്ളതാണ്. സച്ചിദാനന്ദൻ, സാറാ ജോസഫ്, ഖദീജ മുംതാസ്, B രാജീവൻ, MN കാരശ്ശേരി, KR രാധാകൃഷ്ണൻ, സെബാസ്റ്റ്യൻ പോൾ, ഗ്രോ വാസു, J ദേവിക, റഫീഖ് അഹമ്മദ്, അൻവർ അലി, PN ഗോപികൃഷ്ണൻ, CR നീലകണ്ഠൻ, KC ഉമേഷ് ബാബു തുടങ്ങിയവർക്കാണ് ഈ ഒരു വിഷയത്തിൽ ഒപ്പിട്ടിരിക്കുന്നത് എന്നതാണ് ഏറ്റവും രസകരമായ കാര്യം. എന്തായാലും UAPA ചുമത്തേണ്ടതിന് ചുമത്തുക തന്നെ ചെയ്യും, അങ്ങനെ തന്നെ ചെയ്യണം, അത് ചെയ്യുന്നതാണ് ഏറ്റവും അഭികാമ്യം. അതിൽ പരിശോധനകൾ നടത്തിയ ശേഷമായിരിക്കും ഈ ഒരു വിഷയമുണ്ടാവുക. UAPA എന്താണ് എന്നുകൂടി പറഞ്ഞ് ഈ ഒരു വിശകലനം അവസാനിപ്പിക്കാം. ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും സംരക്ഷിക്കുന്നതിനായി രാജ്യത്ത് നടപ്പിലാക്കിയിട്ടുള്ള ശക്തമായ ഒരു നിയമമാണ് UAPA അഥവാ അൺലോഫുൾ ആക്ടിവിറ്റീസ് പ്രിവെൻഷൻ ആക്ട്. അതാണ് UAPA. 67 നിലവിൽ വന്ന ഈ നിയമം ഭീകരവാദ പ്രവർത്തനങ്ങൾ തടയാനും അത്തരം കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്ന വ്യക്തികളെയും സംഘടനകളെയും ശിക്ഷിക്കാനും ലക്ഷ്യമിടുന്നു. UAPA നിയമത്തെക്കുറിച്ചുള്ള പ്രധാന വിവരങ്ങൾ ഇതൊക്കെയാണ്. നിയമത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ ഇതാണ്: ഇന്ത്യയുടെ അഖണ്ഡതയ്ക്കും പരമാധികാരത്തിനും എതിരായ പ്രവർത്തനങ്ങളെ നിയമവിരുദ്ധമായി പ്രഖ്യാപിക്കുന്നു. രാജ്യവിരുദ്ധവും തീവ്രവാദപരവുമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന വ്യക്തികളെയും സംഘടനകളെയും കണ്ടെത്തുകയും നിരോധിക്കുകയും മറ്റ് നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുന്നു. ഇതൊന്നും ചെയ്യേണ്ട, ഇതൊക്കെ സൗകര്യം പോലെ എല്ലാവരും ചെയ്തോട്ടെ, ഒന്നും മിണ്ടണ്ട. ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ ആ വകുപ്പെടുത്തു മാറ്റി അവരെ പെറ്റി കേസിൽ കുടിക്കിയാൽ മതി, അല്ലെങ്കിൽ പെറ്റി കേസ് ചാർജ് ചെയ്താൽ മതി എന്നാണ് കേരളത്തിലെ പ്രബുദ്ധരായ ഈ എഴുത്തുകാർ വാദിക്കുന്നത്.